നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. പൂച്ചയെ രക്ഷിക്കാൻ ആഴമേറിയ കിണറിൽ ഇറങ്ങിയ യുവാവ് കിണറിൽ കുടുങ്ങി. പൂച്ചയെ രക്ഷിച്ച ശേഷം കയറിൽ നിന്നും പിടിവിട്ട് കിണറിൽ വീണ യുവാവിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി. പെരിയ ബസാർ വിലാരംപതിയിലാണ് സംഭവം. മംഗളൂരു ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ 22-കാരൻ പിടിയിൽ. ഉടുപ്പി കാർക്കള സ്വദേശിയായ ഷോഡനാണ് അറസ്റ്റിലായത്. ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സപ്ലൈകോ കാഞ്ഞങ്ങാട് ഡിപ്പോ തല ക്രിസ്മസ് പുതുവത്സര ഫെയർ കോട്ടച്ചേരി സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ ആരംഭിച്ചു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിഞ്ഞാൽ ദർഗാ ഷരീഫ് ഉറൂസ് 2025 ഡിസംബർ 24 മുതൽ 29 വരെ തീയതികളായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഞെട്ടൽ മാറാതെ നാട്. വടക്കുംപാട് KT കലാധരൻ അമ്മ ഉഷ, കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉഷയെയും കലാധരനെയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. കുട്ടികൾക്ക് വിഷം നൽകി 2 പേരും ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. വീട്ടിൽ വൈകിട്ട് ആരെയും കാണാതായതിനെ തുടർന്ന് കലാധരന്റെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസുണ്ട്. ജില്ലാ പോലീസ് ചീഫ് അടക്കം മുതിർന്ന പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൂച്ചയെ രക്ഷിക്കാൻ ആഴമേറിയ കിണറിലിറങ്ങിയ യുവാവ് കിണറിൽ കുടുങ്ങി. പൂച്ചയെ രക്ഷിച്ച ശേഷം കയറിൽ നിന്നും പിടിവിട്ട് കിണറിൽ വീണ യുവാവിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി. പെരിയ ബസാർ വിലാരംപതിയിലാണ് സംഭവം. പൂച്ചയെ രക്ഷിക്കാൻ ആഴമേറിയ കിണറിൽ ഇറങ്ങിയ യുവാവ് കിണറിൽ കുടുങ്ങി. പൂച്ചയെ രക്ഷിച്ച ശേഷം കയറിൽ നിന്നും പിടിവിട്ട് കിണറിൽ വീണ യുവാവിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി. പെരിയ ബസാർ വിലാരംപതിയിലാണ് സംഭവം. വില്ലാരംപതിയിലെ കുഞ്ഞികൃഷ്ണന്റെ മകൻ മിഥുനാണ് കിണറിൽ അകപ്പെട്ടത്. വീട്ടിലെ പൂച്ച കിണറിൽ വീണതിനെ തുടർന്ന് കയർ കെട്ടി കിണറിലിറങ്ങുകയായിരുന്നു. കാർ ഷോറൂം ജീവനക്കാരനായ മിഥുൻ പൂച്ചയെ ചാക്കിലാക്കി കയറിൽ കെട്ടി മുകളിൽ കയറ്റി. തുടർന്ന് കയറാൻ ശ്രമിക്കവേ പ്ലാസ്റ്റിക് കയറിൽ നിന്നും പിടിവിട്ട് 2 അടി താഴേക്ക് വീണു. പിന്നീട് കയറാൻ കഴിയാതെ വന്നു. ഇതോടെയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. കാഞ്ഞങ്ങാട് ഫയർഫോഴ്സിലെ SFR OKV പ്രകാശൻ, FRO ഡ്രൈവർ ഷാജഹാൻ, FROമാരായ ശ്രീദേവ്, ദിലീപ്, ഹോംഗാർഡ് രാഘവൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വെള്ളമില്ലാത്ത കിണറായതിനാൽ വലിയ അപകടം ഒഴിവായതായി ഫയർഫോഴ്സ് പറഞ്ഞു. വലിയ താഴ്ചയുള്ള ഇത്തരം കിണറുകളിൽ സുരക്ഷാ ക്രമീകരണമില്ലാതെ ഇറങ്ങാൻ പാടില്ലെന്നും അപകടമുണ്ടാക്കുമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പെരിയ. മംഗളൂരു ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ച് കടത്തിയ സംഭവത്തിൽ 22-കാരൻ പിടിയിൽ. ഉടുപ്പി കാർക്കള സ്വദേശിയായ ഷോഡനാണ് അറസ്റ്റിലായത്. കടബയിലെ ശിരാടി സ്വദേശിയായ സുരേഷ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. മംഗളൂരു ഗുണ്ടിയ ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ച 22-കാരൻ പിടിയിൽ. ഉടുപ്പി കാർക്കള സ്വദേശിയായ ഷോഡനാണ് അറസ്റ്റിലായത്.
കടബയിലെ ശിരാടി സ്വദേശിയായ സുരേഷ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ഈ മാസം 19-നാണ് ആംബുലൻസ് മോഷ്ടിച്ചത്. ഒരു അപകടവുമായി ബന്ധപ്പെട്ട അടിയന്തര കോൾ പ്രതീക്ഷിച്ച് ഗുണ്ടിയ ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ടതായിരുന്നു. വേറൊരു ഡ്രൈവർ ഉടൻ ഓടിക്കാൻ എത്തുമെന്ന് അറിയിച്ചതോടെ സുരേഷ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് താക്കോൽ വാഹനത്തിനുള്ളിൽ വെച്ചു. 20-ന് രാവിലെ തിരിച്ചെത്തിയപ്പോൾ വാഹനം കാണാതായതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉപ്പിനങ്ങാടി പോലീസിൽ പരാതി നൽകി. ഹാസൻ ജില്ലാ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു 22 വർഷത്തേക്ക് കുടിക്കണ്ട. കേരളം ഏറ്റവും വലിയ മാർക്കറ്റാണ്, മനസ്സിലായിക്കോളൂ. മുതലക്കോടി എന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും വാഹനമുള്ള ഏക സംസ്ഥാനം ഈ കേരളമാണ്. മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത ഒരു കുടുംബമില്ല കേരളത്തിൽ. അങ്ങനെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കേരളത്തിൽ ഇനി അടുത്ത 7 വർഷക്കാലം കച്ചവടം നടക്കില്ല. അപ്പൊ കണ്ട ബുദ്ധിയാണ്. ആരുടെ ബുദ്ധി? രാജ്യത്തെ കുത്തക പോരാളിമാരുടെ, വാഹന നിർമ്മാതാക്കളുടെ, രാജ്യത്തെ സമ്പന്ന വർഗത്തിന്റെ കോടീശ്വരന്മാരുടെ ആഫീസിനകത്താണ് പ്രിയപ്പെട്ടവര് ഈ നിയമം വന്നത്. നിങ്ങൾ വണ്ടി പൊളിക്കില്ലേ? എന്നാൽ പൊളിക്കാതിരിക്കുന്ന വണ്ടികൾ CM എടുക്കുന്നത് കാണുക. ഏക വിഷയമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെ ചർച്ച നടത്തി? ഇവിടെ സൂചിപ്പിച്ചല്ലോ, കണക്കുകൾ നീതി ജനതല്ലേ. ഒന്ന് ആലോചിച്ചു. മോട്ടോർ സൈക്കിൾ വെറുതെ മോട്ടോർ സൈക്കിൾ ഇപ്പൊ ഇറക്കുന്നത് 650 രൂപയാണ്. അത് 70 കാലപ്പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ അത് 9000 രൂപയിൽ മാറും. മനസ്സിലായിക്കോളും. ഓട്ടോറിക്ഷക്ക് 660 ഇവിടെ പറഞ്ഞു 9060 രൂപയിൽ മാറും. ചെറിയ കാറിന് 17,000 രൂപയിൽ മാറും. 20 വർഷം കഴിഞ്ഞാൽ ഒരു ട്രക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന പണം 28,000 രൂപയിൽ മാറും. PA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. TV വിനോദ്, ശ്രീജിത്ത്, AT ലോഹിതാക്ഷൻ, P രാഘവൻ എന്നിവർ സംസാരിച്ചു. വെങ്ങാട്ട് ശശി സ്വാഗതം പറഞ്ഞു. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് പിൻവലിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ഉറൂസ് 2025 ഡിസംബർ 24 മുതൽ 29 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ഉറൂസ് 2025 ഡിസംബർ 24 മുതൽ 29 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ഉറൂസിനോടനുബന്ധിച്ച് 24-ന് രാത്രി ജമാഅത്ത് പ്രസിഡന്റ് തെരുവത്ത് മൂസ ഹാജിയുടെ അധ്യക്ഷതയിൽ NPM സൈനുലാബ്ദീൻ തങ്ങൾ കുന്നുംകൈ ഉദ്ഘാടനം നിർവഹിക്കും. അതിഞ്ഞാൽ ജുമാ മസ്ജിദ് ഖത്തീബ് TT അബ്ദുൽ ഖാദർ അസ്ഹരി ഉദ്ബോധന പ്രഭാഷണം നടത്തും. ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ ഫിയാസ് UV സ്വാഗതവും വൈസ് ചെയർമാൻ മുഹമ്മദ് അലി ലണ്ടൻ നന്ദിയും പറയും. തുടർന്ന് ചുരക്കുടി കളരി സംഘം വില്ലാപ്പള്ളി അവതരിപ്പിക്കുന്ന കളരി പ്രദർശനം നടക്കും. 25-ന് വ്യാഴാഴ്ച രാത്രി അസറുദ്ദീൻ കല്ലൂർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ബുർദ മജ്ലിസ് നടക്കും. 26-ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം മഖാം സിയാറത്തും തുടർന്ന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ പാലക്കി അബ്ദുൽ നാസർ പതാക ഉയർത്തും. വൈകിട്ട് 4 മണിക്ക് ഉറൂസ് കമ്മിറ്റിയും ജ്യോതി ദേവസ് ഡയബറ്റീസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഡോക്ടർ ഷഹാന യാസ്മിൻ പ്രമേഹ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ സ്ക്രീനിങ്ങും നടത്തും. ഈ കളരി സംഘത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കാശ്മീർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നിരവധി കളരി പ്രദർശനം നടത്തിയിട്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും നടത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയൊക്കെ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കളരി സംഘമാണ് നാളെ അതിഞ്ഞാൽ പ്രദർശനം നടത്തുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ അതിഞ്ഞാലിൽ സ്ഥിരമായി കളരി പ്രദർശനം ഈ ഉണ്ടാവാറുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ റോഡിന്റെ ഇരുവശങ്ങളുമായിട്ട് ഓലപ്പന്തലുകൾ കെട്ടിയിട്ടുണ്ട്. അതിഞ്ഞാൽ ഒരു വേറിട്ട പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറ്റം കുറിച്ച് ഇപ്പോൾ വീണ്ടും ഞങ്ങൾ 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിഞ്ഞാലിലേക്ക് കളരി സംഘത്തെ കൊണ്ടുവരികയാണ്. ഇതിൽ തന്നെ ടോപ്പ് സംഘമാണ് നാളെ ഇവിടെ പ്രദർശനം നടത്താൻ പോകുന്നത്. 27-ന് രാവിലെ 10 മണിക്ക് അഹരിയ ഐ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ കണ്ണ് പരിശോധനാ ക്യാമ്പ് നടക്കും. വൈകിട്ട് 4 മണിക്ക് പ്രവാസി സംഗമം നടക്കും. തുടർന്ന് മെഗാ ദഫ് മത്സരവും നടക്കും.
28 ഞായറാഴ്ച രാവിലെ മൻസൂർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ്, വൈകിട്ട് 4 മണിക്ക് മാനവ സൗഹാർദ്ദ സദസ്സ്, രാത്രി ഇശാ നിസ്കാരാനന്തരം സമാപന പരിപാടി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ പാലക്കി അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിൽ ഹാഫിൾ EP അബൂബക്കർ അൽ ഖാസിബി പത്തനാപുരം മതപ്രഭാഷണവും തുടർന്ന് ഷൈഖുന BK അബ്ദുൽ ഖാദർ അൽ ഖാസിമി ബംബ്രാണ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയും PM ഫറൂഖ് സ്വാഗതം പറയും. 29 രാവിലെ സുബഹി നിസ്കാരാനന്തരം മൗലീദ് പാരായണവും അസർ നിസ്കാരാനന്തരം അന്നദാനത്തോടുകൂടി ഉറൂസ് പരിപാടിക്ക് സമാപനം കുറിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അതിഞ്ഞാൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് തെരുവത്ത് മൂസ ഹാജി, ജനറൽ സെക്രട്ടറി അഷ്റഫ് ഹന്ന, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ നാസർ പാലക്കി, ജനറൽ കൺവീനർ ഫിയാസ് UV, ട്രഷറർ തസ്ലീം ബടക്കൻ, വൈസ് ചെയർമാൻ മുഹമ്മദ് അലി, കൺവീനർ ഷബീർ ഹസൻ, മീഡിയ ചെയർമാൻ ഷെരീഫ് KV, ഷിഹാബ് പാരിസ്, മുഹമ്മദ് കുഞ്ഞി കല്ലായി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി വെള്ളിക്കോത്ത് തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം R ബാലകൃഷ്ണൻ ആറാട്ടുകടവ് ഉദ്ഘാടനം ചെയ്തു. കുടുംബനാഥന്മാരുടെ വരുമാനം മാത്രമല്ല, കുടുംബിനികളുടെയും അതുപോലെ തൊഴിലുറപ്പ് ജോലി എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെയും ഭാഗമായി നമ്മുടെ മക്കളെ ഓട്ടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യം വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ വേതനം, തൊഴിലാളികളുടെ വേതനം കൂടിച്ചേരുമ്പോൾ അവർക്ക് കുടുംബത്തിനകത്ത് മാന്യമായ പരിഗണന ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സാമ്പത്തികം വേണമെങ്കിൽ ഭർത്താക്കന്മാരുടെ കയ്യിൽ നീട്ടി ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് രൂപ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ നിയമത്തിന്റെ ഭാഗമായാണ്. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊടാട്ട് കൃഷ്ണൻ, സേതു കുന്നുമ്മൽ, C കണ്ണൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, AV രാമചന്ദ്രൻ, KV ജയപാലൻ, C സാവിത്രി, M സരസ്വതി, കമലാക്ഷൻ കൊളവയൽ, പവിത്രൻ രാമഗിരി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി MG പുഷ്പ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് പോക്സോ കോടതിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്ദുർഗ് പോക്സോ കോടതിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും ആഘോഷിക്കുന്ന ക്രിസ്തുദേവന്റെ പിറവിയുമായി ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ കോടതിയിൽ സമുചിതമായി ആഘോഷിക്കാൻ അവസരമുണ്ടായതിൽ ഉള്ള എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. നമ്മുടെ സാധപ്രാസംഗം പറഞ്ഞതുപോലെ ക്രിസ്തുദേവൻ അല്ലെങ്കിൽ ഏതൊരു പ്രവാചകൻ, ഏതൊരു ആധ്യാത്മിക തലത്തിൽ കൽപ്പിച്ചിട്ടുള്ള ഏതൊരു ജന്മവും നമുക്ക് മുൻപിൽ തന്നിട്ടുള്ള മാതൃകകൾ വളരെ വലുതാണ്. ആ ഒരു മാതൃകയിലേക്ക് ഉയരാൻ പലപ്പോഴും നമ്മുടേതായ അവസരങ്ങൾ നമ്മെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എങ്കിലും ആ ഒരു ദിശയിലേക്ക് ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ ഓരോ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ വീണ്ടും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബെഞ്ച് ക്ലർക്ക് പ്രതീഷ് സ്വാഗതം പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ, ശശിധരൻ മയീച്ച, ഹോംഗാർഡ് PK ജയൻ, സുമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിസംബറിലെ തണുത്ത പകലുകളെ ആവേശഭരിതമാക്കി ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തിങ്കളാഴ്ച രാവിലെ 9 മണി മുതലാണ് ആരംഭിച്ചത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പ് എന്നീ ഇനങ്ങളിൽ ലീഗ് കം നോട്ട് ഔട്ട് അടിസ്ഥാനത്തിൽ 4 കളിക്കളങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കായിക താരങ്ങൾക്ക് തൃക്കരിപ്പൂർ മുജമ്മൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് താമസ സൗകര്യമുള്ളത്. വടക്കേ ഇന്ത്യയുടെയും തെക്കേ ഇന്ത്യയുടെയും ഭക്ഷണ മെനുവാണ് കളിക്കാർക്കും ഒഫീഷ്യൽസിനും 6 ദിവസങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ളത്. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 300-ൽ പരം കായിക താരങ്ങളും 50-ൽ പരം ഒഫീഷ്യലുകളും പങ്കെടുക്കുന്നുണ്ട്.
തൃക്കരിപ്പൂർ ആദ്യമായി നടക്കുന്ന ടെന്നിക്കോയിറ്റ് ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറിയ മത്സരങ്ങളാണ് കുരുന്നു താരങ്ങൾ കാഴ്ചവെക്കുന്നത്. തൃക്കരിപ്പൂരിന് ഉത്സവ ഛായ നൽകി 6 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ കാണാൻ നിരവധി കായിക പ്രേമികൾ എത്തുന്നുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബദിയടുക്ക വള്ളപ്പതവ് വീണവാദിനി സംഗീത വൈദിക താന്ത്രിക വിദ്യാപീഠത്തിൽ വാർഷികാഘോഷം 25 മുതൽ 28 വരെ നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബദിയടുക്ക വെള്ളപ്പതവ് വീണാവാദിനി സംഗീത വൈദിക താന്ത്രിക വിദ്യാപീഠം വാർഷികാഘോഷം 25 മുതൽ 28 വരെ വിവിധ സാംസ്കാരിക പരിപാടികളോടുകൂടി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25-ന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ലക്ഷാർച്ചന, ചക്രാബ്ദ്യ പൂജ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. 26-നാണ് ഉദ്ഘാടന സഭ നടക്കുക. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം നിർവഹിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 27-ന് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. തന്ത്രിവര്യൻ ബാലകൃഷ്ണ ഭട്ട് പൈറുക്കുണി അവർക്ക് ഗുരുപൂജ നടത്തും. തുടർന്ന് ഹിന്ദുസ്ഥാനി സംഗീതം, ഭരതനാട്യം എന്നിവ നടക്കും. 28-ന് യോഗ സംഗീത പരിപാടി, തുടർന്ന് വിവിധ പരിപാടികളോടുകൂടി വാർഷികാഘോഷം സമാപിക്കും. 2025 ഡിസംബർ 25 മുതൽ 28 വരെ വേദനാഥ യോഗ തരംഗിണി എന്നുള്ളൊരു വലിയ സംഗീതോത്സവം ഇവിടെ നടക്കാൻ പോകുന്നു. ഇതിൽ ആദ്യത്തെ 2 ദിവസം സംഗീതത്തോടു കൂടിയിട്ട് പൂജകളും, അതായത് നവാവരണ കൃതികൾ നവാവരണ ശ്രീചക്ര പൂജയിലൂടെ, നവഗ്രഹ കൃതികൾ നവഗ്രഹ പൂജയിലൂടെ ഇവിടെ നടത്തുന്നു. ഇതിൽ നമ്മുടെ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹമാണ് ഇതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടൊന്നിച്ച് ഇപ്രാവശ്യം ഒരു ഗുരുപൂജയും നടത്തുന്നുണ്ട്. അതിൽ തന്ത്രവിദ്യാപീഠത്തെ ഇപ്പോൾ പ്രിൻസിപ്പാളായിരിക്കുന്ന ബ്രഹ്മശ്രീ ബാലകൃഷ്ണ ഭട്ട് അദ്ദേഹത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി 2 ദിവസം ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഭരതനാട്യവും, അത് കഴിഞ്ഞിട്ടുള്ള 28-ാം തീയതി TNS കൃഷ്ണ ചെന്നൈ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഗീത പരിപാടികളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഭാരതീയ കലകൾക്ക് എല്ലാത്തിനും ഒരേ വേദിയിൽ നമുക്ക് ഇതിനെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിൽ. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് വീണാവാദിനി. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ കൂടെ വേണം. യോഗി ശർമ്മ, രാധാകൃഷ്ണ ഭട്ട്, ഗോവർദ്ധൻ ഭട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന ഗിയാത്തു തംകീൻ ആദര സമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ശാക്തീകരിക്കപ്പെട്ട നേതൃത്വം എന്നർത്ഥമുള്ള ഗിയാദത്തു തംകീൻ പേരിൽ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിന് കീഴിലെ നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ ഇത്തവണ വിജയം നേടിയ 35 ജനപ്രതിനിധികളെയാണ് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. CH ടൗൺ ഹാളിൽ നടന്ന ആദര സമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ടീച്ചർ ഇങ്ങനെ ആ കൂട്ടത്തിലുണ്ട്. ആദ്യത്തെ യോഗത്തിൽ രൂപീകരണ യോഗത്തിൽ വളരെ ഒരു സാധന കുഞ്ഞാണ് മുടക്കി കൂടെ ഇരിക്കുന്നത് ആര്യ ടീച്ചർ. അപ്പോൾ പരിചയപ്പെട്ടു. ലക്ഷദ്വീപെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരുമകളാണ് എന്ന് പറഞ്ഞു. മാഷാള്ള ലൈവിൻ്റെ കർമ്മ പടയായി മാറി 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായി കഴിവ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, തെളിയിച്ചല്ലോ. ആ സമയത്തും ഏറ്റവും സക്രിയമായ സമയത്ത് പോലും ലൈവിൽ സജീവമായ ആളാണ്. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് റെഹാനത്ത് പെരുമ്പട്ട അധ്യക്ഷത വഹിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K ഫാരിഷ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം സെക്രട്ടറി ഷംസീറ മുഹമ്മദ് അലി, ട്രഷറർ ഷരീഫ റൂസിയ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PK റൌഫ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, വൈസ് പ്രസിഡന്റ് ജാദിൽ അസിനാർ, ട്രഷറർ ലത്തീഫ് നീലഗിരി, സെക്രട്ടറി റഫീഖ് കോട്ടപ്പുറം, NKP മുഹമ്മദ് കുഞ്ഞി, A മുസ്തഫ ഹാജി, ഹനീഫ പടന, റഫീഖ് കാടങ്കോട്, ഹക്കീം തുരുത്തി, ഖാസിം ചാനടുക്കം, KP കുഞ്ഞായിഷ, TP റുക്സാന, CK മുംതാസ്, M ഹാജറ, MB സുലൈഖ,
VK ഷമീമ, MK ഖദീജ, P റിയം, ഫൈറൂസ അത്തൂട്ടി എന്നിവർ സംസാരിച്ചു. ദുബായ് KMCC ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ നിന്നും 23 ലക്ഷത്തിൽ പരം രൂപ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചടങ്ങിൽ മണ്ഡലം ഭാരവാഹികൾ വഴി കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അകാലത്തിൽ പൊലിഞ്ഞുപോയ ധീരജവാൻ നിതിൻ നാരായണന്റെ വേർപാടിന്റെ 6ാം വാർഷിക ദിനത്തിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സ്മരണ പുതുക്കി. ഛായാചിത്രത്തിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി. രാഷ്ട്ര സേവനത്തിനിടെ അകാലത്തിൽ പൊലിഞ്ഞുപോയ മടിയനിലെ ധീരജവാൻ നിതിൻ നാരായണന്റെ 6ാം വാർഷിക ചരമദിനാചരണത്തിന്റെ ഭാഗമായി മടിയനിലെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ധീരജവാന്റെ സ്മരണ പുതുക്കി. നിതിൻ നാരായണന്റെ ബന്ധുക്കളായ അമ്പു, നാരായണൻ എന്നിവർ ചേർന്ന് ഛായാചിത്രത്തിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തി. തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. നിതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഈ ഓർമ്മ ദിനം ആചരിക്കാറുണ്ട്. മടിയനിലെ ഈ നാടിലെ ഏറ്റവും പ്രിയപ്പെട്ട നിതിൻ രാജ് രാഷ്ട്ര സേവനത്തിനിടയിലാണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. ഇന്നും വർഷം 6 കഴിഞ്ഞെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു തീരാത്ത ദുഃഖമായി ഇന്നും ആ ദിനം നിൽക്കുകയാണ്. തീർച്ചയായും നിതിൻ രാജിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ എന്നും ഈ നാട്ടിലെ മുഴുവൻ ആളുടെയും മനസ്സിൽ നിലനിൽക്കുമെന്നുള്ളത് ആണ് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഈ ചരമവാർഷിക ദിനം ആചരിക്കുന്നതിൻ്റെ മുന്നിലുള്ളത്. പാറപ്പള്ളി കുമ്പളയിലെ ബലികുടീരത്തിലും ദേശസ്നേഹത്തിന്റെ സ്മരണയുയർത്തി പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം ആചാര്യ വരവേൽപ്പും സാംസ്കാരിക സമ്മേളനവും നടന്നു. ഡിസംബർ 21 മുതൽ 25 വരെ നടന്നുവരുന്ന രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശത്തിന്റെയും ഡിസംബർ 28 മുതൽ 31 വരെയുള്ള ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെയും ഭാഗമായി അരവത്ത് KU പത്മനാഭ തന്ത്രിക്കും മറ്റ് ഉപ ആചാര്യന്മാർക്കും ഊഷ്മളമായ ആചാര്യ വരവേൽപ്പ് നൽകി. ക്ഷേത്ര കവാടത്തിൽ നിന്നും പൂർണ്ണ കുംഭത്തോടുകൂടി ആചാര്യ വരവേൽപ്പിൽ താലപ്പൊലി, മുത്തുകുട, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നവീകരണ കലശത്തിനായി തന്ത്രികൾക്ക് ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് ക്ഷേത്രത്തെ ഏൽപ്പിക്കുന്ന ചടങ്ങ് നടന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഒരു അലോസരം അങ്ങനെയുള്ളൊരു ജീവിതം കൊണ്ട് കാര്യമില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജീവിക്കണം. അതിനെന്ത് വേണം? ചിരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ സമൂഹം ആ നിലയിലേക്ക് വികസിച്ചു വരണം. മനുഷ്യൻ പരസ്പരം സ്നേഹമുള്ളവരാവണം. വിദ്വേഷം തീരെ പാടില്ല. സ്നേഹിക്കാൻ പറ്റുമോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കുടുംബത്തിൽ വേണം, നാട്ടിൽ വേണം, സമൂഹത്തിലാകെ വേണം, എല്ലാ സ്ഥലത്തും വേണം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് നടത്തുന്നത്. അപ്പുറത്ത് പള്ളിയിൽ ഉറൂസുണ്ടാകും. മറ്റൊരു ക്രിസ്ത്യൻ ചർച്ചിൽ അവിടെ മറ്റൊരു ഉത്സവം കാണും. ഇതെല്ലാം നമ്മൾ സ്നേഹത്തോടു കൂടി കാണണം. അത് ഇന്നാളതല്ലേ, അത് അതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പരാമർശങ്ങളോ നോക്കുകളോ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കുഞ്ഞിക്കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ K സബീഷ്, KK സോയ, ക്ഷേത്രം പ്രസിഡന്റ് N അശോകൻ നമ്പ്യാർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് PV സുരേഷ്, രവീന്ദ്രൻ രാവണേശ്വരം, O മോഹനൻ, A ബാലൻ, A തമ്പാൻ, സജിത ബാലൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VV ഗോവിന്ദൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P പ്രകാശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ഷേത്ര മാതൃസമിതിയുടെ മെഗാ തിരുവാതിരയും മടിയൻ കൈകൊട്ടിക്കളി സംഘത്തിന്റെ മിക്സഡ് കൈകൊട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിവല്ലി ബ്രാഹ്മണ സഭ വാർഷിക കൾച്ചറൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് സംഘടിപ്പിച്ചു.
കാരാട്ടുവയൽ വെങ്കട്ടരമണ ക്ഷേത്ര ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ശിവല്ലി ബ്രാഹ്മണ സഭ ആനുവൽ കൾച്ചറൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് സംഘടിപ്പിച്ചു. കാരാട്ടുവയൽ വെങ്കട്ടരമണ ടെമ്പിൾ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. SBS കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് നാരായണ ബാസ്മരിതയ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ ശ്രീവത്സ കൊളത്തായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എടനീർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജി സംസാരിച്ചു. SBS കാസർഗോഡ് പ്രസിഡന്റ് മഞ്ജുനാഥ TK അധ്യക്ഷത വഹിച്ചു. ചേതൻ റാം നൂറിതായ സ്വാഗതവും ഹരിനാരായണ ശിവരൂരായ നന്ദിയും പറഞ്ഞു. ഡോക്ടർ UB കുനികുള്ളിയ, ഡോക്ടർ കൃഷ്ണകുമാരി, ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ അണ്ണൈ നഗറിലെ ചിൽഡ്രൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വസ്ത്രങ്ങളും അവശ്യ വസ്തുക്കളും വിതരണം ചെയ്തു. ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ അണ്ണൈ നഗറിലെ ചിൽഡ്രൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വസ്ത്രങ്ങളും അവശ്യ വസ്തുക്കളും വിതരണം ചെയ്തു. വാർഷിക പഠനയാത്രയുടെ 2ാം ദിവസം ഗാർഡിയൻ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി പെരിയ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തമിഴ്നാട്ടിലെ പെരമ്പല്ലൂർ ജില്ലയിലെ പെരമ്പല്ലൂർ താലൂക്കിലെ അണ്ണൈ നഗറിലെ ചിൽഡ്രൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് സന്തോഷവും പിന്തുണയും അർത്ഥവത്തായ സേവനവും നൽകി. സാമൂഹിക ഉത്തരവാദിത്തത്തിനും സാമൂഹിക ഇടപെടലിനുമുള്ള സ്കൂളിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ഫാക്കൽറ്റി അംഗങ്ങൾക്കൊപ്പം സ്കൂൾ വ്യാപകമായ ചാരിറ്റബിൾ ഡ്രൈവ് വഴി ശേഖരിച്ച വസ്ത്രങ്ങൾ, വിദ്യാഭ്യാസ അവശ്യ വസ്തുക്കൾ, വ്യക്തിഗത പരിചരണ വസ്തുക്കൾ, ദൈനംദിന ഉപയോഗ ആവശ്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി ചിൽഡ്രൻസ് ഹോം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. പൂച്ചയെ രക്ഷിക്കാൻ ആഴമേറിയ കിണറിൽ ഇറങ്ങിയ യുവാവ് കിണറിൽ കുടുങ്ങി. പൂച്ചയെ രക്ഷിച്ച ശേഷം കയറിൽ നിന്നും പിടിവിട്ട് കിണറിൽ വീണ യുവാവിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി. പെരിയ ബസാർ വിലാരംപതിയിലാണ് സംഭവം. മംഗളൂരു ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ 22കാരൻ പിടിയിൽ. ഉടുപ്പി കാർക്കള സ്വദേശിയായ ഷോഡനാണ് അറസ്റ്റിലായത്. ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സപ്ലൈകോ കാഞ്ഞങ്ങാട് ഡിപ്പോ തല ക്രിസ്മസ് പുതുവത്സര ഫെയർ കോട്ടച്ചേരി സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ ആരംഭിച്ചു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിഞ്ഞാൽ ദർഗാ ഷരീഫ് ഉറൂസ് 2025 ഡിസംബർ 24 മുതൽ 29 വരെ തീയതികളായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. NRIG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NRIG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.